അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ നിർണായക ചർച്ചകൾ തുടർന്നു വരികയാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സയ്യിദ് മുഹസിൻ നഖ്വി വെള്ളിയാഴ്ച ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാങ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കുന്നതിനായി കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്ന് വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ് ലോകം. എന്തായാലും മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്തരത്തിൽ യുദ്ധം അവസാനിക്കാനുള്ള യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ പാകിസ്ഥാനാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നത്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാനാണ് ഷട്ടിൽ ഡിപ്ലോമസിയിലൂടെ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം തിങ്കളാഴ്ച ഇറാന്റെ നിർദ്ദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചതിനെ തുടർന്നാണ് നഖ്വി അമേരിക്കയുടെ ഏറ്റവും പുതിയ നിർദ്ദേശവുമായി ഇറാനിലെത്തിയത്. ഹോർമോസ് കടലിടുക്കിലെ നിയന്ത്രണം, ഇറാന്റെ യുറേനിയം ശേഖരം എന്നീ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫെബ്രുവരി മുതൽ പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയ ഇസ്രായേൽ ഇറാൻ പോരാട്ടത്തിൽ ഒടുവിൽ സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുമ്പോഴും യുറേനിയം ശേഖരത്തെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് നടന്നുവരുന്നത്. തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഒരു കാരണവശാലും വിദേശത്തേക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ഇറാൻ കടുപ്പിച്ചപ്പോൾ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്ന ആക്രോശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ട്രംപിന്റെയും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെയും കടുംപിടുത്തങ്ങൾ ചർച്ചകളെ വീണ്ടും മുൾമുനയിലാക്കുന്നത്. ഇറാനിൽ നിന്ന് ആണവായുധം നിർമ്മിക്കാൻ ശേഷിയുള്ള യുറേനിയം പൂർണ്ണമായും പുറത്താക്കുമെന്ന് ട്രംപ് ഇസ്രായേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് നയം വ്യക്തമാക്കിയത്. നമുക്കത് ലഭിക്കും, നമുക്കതിന്റെ ആവശ്യമില്ല. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് തവിട് പൊടിയാക്കും. അവർ അതിന് സമ്മതിക്കില്ലെന്ന് അറിയാം, എങ്കിലും നമ്മൾ അത് നേടിയിരിക്കും. ട്രംപിന്റെ ഈ ഭീഷണിക്ക് പിന്നാലെ അമേരിക്കൻ ജനതയെ ഒന്നാമതെത്തിക്കുന്ന ഒരു കരാറിന് മാത്രമേ US തയ്യാറാകൂ എന്ന് വൈറ്റ് ഹൌസ് വക്താവ് ഒലിവിയ വെയിൽസും വ്യക്തമാക്കി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ തിരക്കിട്ട മധ്യസ്ഥ ചർച്ചയിലാണെന്നും കരാർ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനയെന്നും ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാനിൽ നിന്ന് യുറേനിയം വീണ്ടെടുക്കുമെന്ന നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറായിട്ടില്ല. നമുക്കത് ലഭിക്കും, നമുക്കത് ആവശ്യമില്ല, നമുക്കതിന്റെ ആവശ്യം ഒരിക്കലും വരുന്നില്ല, ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഇറാനിൽ നിന്ന് പുറത്താക്കുമെന്ന് ട്രംപ് ഇസ്രായേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഏതൊരു സമാധാന കരാറിലും ഇത് സംബന്ധിച്ച് ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തണമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാന്റെ യുറേനിയം വിദേശത്തേക്ക് അയക്കരുതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി നിർദ്ദേശിച്ചതായി രണ്ട് മുതിർന്ന ഇറാനിയൻ വൃത്തങ്ങൾ പറഞ്ഞതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു.